ലേറ്റസ്റ്റ് എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്. നമ്മുടെ ടാഗ് ലൈൻ ഇറ്റ്സെൽഫ് ഇസ് കലിപ്പനും കാന്താരിയും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കാന്താരി ആണോ ചോദിക്കുന്നില്ല, കലിപ്പുള്ള ആളാണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ കലിപ്പാണെന്ന് തോന്നുന്നുണ്ടോ? ഇതിന് 21 തുളകളുണ്ട്. അതിന് 21 തുള ഉണ്ടല്ലോ. പ്രത്യേകത എന്താ? സ്വർണം മേടിക്കാൻ നേരത്തെ 21 ക്യാരറ്റ് എന്ന് അവർ പരസ്യം ചെയ്യാറുണ്ട്. പക്ഷെ അത് എന്താണെന്ന് നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു പാവപ്പെട്ടവൻ ഒരു അച്ചപ്പം ഉണ്ടാക്കിയപ്പോൾ അതിന് 21 തുളയുണ്ടോ എണ്ണ ഉണ്ടോ? അച്ചപ്പം തിന്നാൽ മതി, തുള എണ്ണേണ്ട ആവശ്യമില്ല. മോഡുലേഷൻ പോരാ. അതൊക്കെ എന്റെ വീട്ടിൽ കുറുങ്ങിയെ കണ്ടു പഠിക്കണം. ഇപ്പൊ പുള്ളിക്കാരി ദേഷ്യമാണെങ്കിൽ പുള്ളിക്കാരി പാലിന് വേണ്ടി വരുവാണെങ്കിലേ ഇത് പാൻ ഇന്ത്യൻ അച്ചപ്പമാണ്. ഓ പാൻ ഇന്ത്യൻ അച്ചപ്പാണ്. അതെ. അതെന്താ? ഇത് ഏത് ഭാഷക്കാർ കടിച്ചാലും ഒരൊറ്റ ശബ്ദമേ വരുള്ളൂ, കറമുറ 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 കറമുറ. നല്ല പൂവമ്പഴം പോലത്തെ കൊച്ചാണല്ലോടി നീ. പറഞ്ഞു തീരേണ്ട താമസം. ഇന്നലെ മേടിച്ച പുതിയ ഫാൻ്റെ ഒരു ലീഫ് ഇളകി കൊച്ചിന്റെ കവളത്ത് തലോടി ഒരു ഒറ്റ പോക്ക. ചന്ദനം കടത്തുവാൻ കേരള അതിർത്തിയിൽ പോകണം നേരമായി. Once upon a time, once upon a time, once upon a time, once upon a time. അമൃത ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. സ്റ്റാൻഡപ്പ് കോമഡിയുടെ പുതുപുത്തൻ ഭാവങ്ങളുമായി വൺസ് അപ്പോൺ എ ടൈം കലിപ്പനും കാന്താരിയും. നമ്മളുടെ ഒരു പുത്തൻ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കലിപ്പനും കാന്താരിയും തമ്മിലുള്ള ആ ഒരു ചൂടേറിയ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, അതൊന്നൊരു പൊടിക്ക് കൂടുകയോ കുറയോ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് നമുക്കൊരു മെന്റർ ഉണ്ട്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ഷോയുടെ നിറസാന്നിധ്യമായ കോമഡി കിങ് രമേശ് പിഷാരടി. ഇനി വെൽക്കം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോയിലെ സ്പെഷ്യൽ ഗസ്റ്റ്. ഷീസ് ജസ്റ്റ് ലൈക്ക് എ ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ. നർത്തകിയും അഭിനേത്രിയും ഗായികയും ഹാസ്യകലാകാരിയും ഒക്കെയായ കൃഷ്ണപ്രഭ. വെൽക്കം ബാക്ക്. അതായത് നമ്മുടെ സ്റ്റാൻഡപ്പ് ഫോർ ഗേൾസ് എന്ന കഴിഞ്ഞ ഒരു സീസൺ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തത് അപ്പം അന്ന് നമ്മുടെ ഒപ്പം നമ്മുടെ കൃഷ്ണപ്രഭ ഉണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം നമ്മൾ പുതിയ ഫോർമാറ്റ് സ്റ്റാർട്ട് ചെയ്തു. നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണുന്നുണ്ട് തന്നല്ല. വൺസ് അപ്പോൺ എ ടൈം സീസൺ 1 മുതലാ, അന്ന് മുതലേ ഇതൊക്കെ നമ്മൾക്ക് ഒരു ഫാമിലി അല്ലേ? അപ്പൊ എങ്ങനെ പോയാലും കണ്ടേ പറ്റൂ. അപ്പോൾ ഓക്കെ, നമ്മുടെ ടാഗ് ലൈൻ ഇറ്റ്സെൽഫ് ഇസ് കലിപ്പനും കാന്താരിയും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കാന്താരി ആണോ ചോദിക്കുന്നില്ല, കലിപ്പുള്ള ആളാണോ? ഞാനോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഒന്നും പറയാൻ പറ്റുന്നില്ല. ഉള്ളിലുള്ള കാര്യമാണല്ലോ. അല്ല, എന്നാലും ഒരാളെ കാണുമ്പോ നമുക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്താ തോന്നുന്നേ? ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ കലിപ്പാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, കഴിവതും എപ്പോഴും ചിരിച്ച് തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞങ്ങൾ വീട്ടിലെല്ലാവരും അതെ, എപ്പോഴും ചിരിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളാണ്. പക്ഷെ പിന്നെ ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് ദേഷ്യം വരുമ്പോ ദേഷ്യപ്പെടും. ദേഷ്യപ്പെടാത്ത ഒരാളുണ്ട്. വിഷുവാ? ഒരിക്കലും ദേഷ്യപ്പെടില്ല. ഒരിക്കലും ദേഷ്യപ്പെടാത്ത. ദേഷ്യപ്പെടില്ല എന്നല്ല, ദേഷ്യം വരാറുണ്ട്. ഞാൻ ചീത്ത വിളിക്കാറില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ദേഷ്യം വരാറുണ്ട്. ദേഷ്യം പ്രകടിപ്പിക്കാറില്ല എന്നുള്ളതേ ഉള്ളൂ. കണ്ടാ മനസ്സിലാവും ചിലപ്പോ, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ പേരിട്ടിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഫയർ ദേ ഹാവ്. ആ ഒരു കോമ്പറ്റീഷന്റെ സ്പിരിറ്റ് ആണ് നമ്മൾ ആ ഒരു കലിപ്പനും കാന്താരി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നല്ലൊരു വിഷയം നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുത്തുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഇരിക്കാം. ഞാൻ ഇതിന് മുൻപ് വന്നപ്പോഴാണേലും ഓരോ കണ്ടസ്റ്റന്റും കാന്താരികളായിട്ട് തന്നെയാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അതെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഓരോ എപ്പിസോഡും കാണുന്ന ആളുമാണ്. ഇവിടെ വരുന്നവരെല്ലാവരും കലിപ്പനും കാന്താരിയും എല്ലാവരും ആണ്. ഈ ഒരു പേര് അർത്ഥവത്താക്കുന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരുടെയും പെർഫോമൻസ്. അപ്പോൾ വീണ്ടും ഇത് ഇനിയും നമുക്ക് ഒരുപാട് നല്ല കലിപ്പന്മാരെയും കാന്താരികളെയൊക്കെ കാണാൻ സാധിക്കട്ടെ എന്ന് അവരോട് ആശംസിക്കുന്നു. അതുവഴി ഇത് ഒരുപാട്, ഈ പ്ലാറ്റ്ഫോം ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ്, അവസരങ്ങൾ അവർക്ക് കിട്ടാനായിട്ട് അവസരങ്ങൾ തുറന്നു കൊടുത്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ്. അപ്പോൾ ഇനിയും അത് തുടരട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാ ക്രൂവിനും എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മത്സരാർത്ഥികളാകുന്ന കലിപ്പന്റെയും കാന്താരിയുടെയും ഒരു ഫയർ ക്രാക്കിംഗ് പെർഫോമൻസിലേക്ക് കടക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. കൃഷ്ണപ്രഭു അല്ലേ? കൃഷ്ണപ്രഭ. അതെ തന്നെ. എന്താണ് ദുമ്മാന? അതെ അതെ. ഹലോ, സുമേഷ് പിഷാരടി. രമേശ്. അതെ, ഓക്കെ. എൻ്റെ പേര് അപ്പച്ചൻ.
അപ്പച്ചൻ ഞാൻ നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നത്. എന്താണ്? ഞാൻ വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ്. അയ്യോ, അത് ആരെങ്കിലും വേദനിക്കുന്ന ഞങ്ങൾക്ക് അത്ര സന്തോഷമല്ല. അല്ല, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ള അലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങളുടെ ഒരു പുതിയ സീസൺ തുടങ്ങിയെന്ന് അറിഞ്ഞു, അതെ കലിപ്പനും കാന്താരിയും. അതെ 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 അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു സ്പോൺസർഷിപ്പ് തരാൻ വേണ്ടിട്ട് വന്നതാണ്. എന്റെ പ്രൊഡക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്പോൺസറെ മാറ്റണം. മാറ്റിയിട്ട് എന്റെ സ്പോൺസർഷിപ്പ് വയ്ക്കണം. 916. നമ്മുടെ സ്പോൺസർഷിപ്പ് മാത്രമല്ല, സമ്മാനം കൊടുക്കലൊക്കെ സമ്മാനമൊക്കെ ഞാൻ കൊടുത്തോളാം, എല്ലാം ഞാൻ കൊടുത്തോളാം. ഓ, പിന്നെ ഈ കുട്ടി പേരെന്താ പറഞ്ഞത്? ഡയാന. അതെ, ഡയാനെ നമുക്ക് ബ്രാൻഡ് അംബാസഡർ ആക്കാം. പിന്നെ സുമേഷ് പിഷാരടി, രമേശ്. അതെ രമേശ് ഇടയ്ക്ക് എന്നോട് സഹകരിക്കണം. ഞങ്ങളുടെ പ്രോഡക്റ്റ് പിടിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം. കേരളത്തിൽ മൊത്തം ഒരു 1500 ഫ്ലെക്സ് വെക്കുന്നത്, അതിനകത്ത് നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം. കുഴപ്പമൊന്നുമില്ല അല്ലേ? കൃഷ്ണയ്ക്ക് ഒരു അവസരം കൊടുക്കണമെന്ന് കൃഷ്ണപ്രഭു ആണെങ്കിൽ സൈഡിൽ നിന്നോട്ടെ, നമ്മൾ രണ്ടുപേരും കൂടെ ആയിരിക്കും അല്ലേ? രണ്ടുപേരും കൂടെ നിൽക്കാം. ഒരു സൈഡിൽ നിന്നോട്ടെ. ശരി. അപ്പൊ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? പിന്നെ എനിക്ക് അവിടെ ഒരു സീറ്റ് വേണം. രമേശ് ഞാൻ ചെറിയ സീറ്റ് ഇരുന്നുണ്ട്, ഞാൻ അവിടെ ഇരുന്നോളാം. അല്ല വേണ്ട, നിങ്ങൾ നമുക്കത് എന്താ പരിപാടി എന്നൊക്കെ അറിഞ്ഞാലേ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ചാനലുമായിട്ടും കൂടെ ഡിസ്കസ് പിന്നെ എന്റെ ചെയ്യണം. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 916 ആണ്. അത് ഗോൾഡിനേക്കാൾ മേലെ, അതുക്കും മേലെ. എന്താ സംഭവം? എന്താ അത്? എന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അപ്പച്ചൻ ഉണ്ടാക്കുന്ന അച്ചപ്പം. അതെ, അച്ചപ്പം ഇനി മുതൽ ഇന്ത്യയിലും. ഓ, അപ്പൊ ചേട്ടന് പുറത്തൊക്കെ ബിസിനസ് ഉണ്ടായിരുന്നു ഇതിനു മുൻപ്? ഇല്ല, ഇപ്പൊ ഇത് വേറെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെയാ? അതെ ആണല്ലേ? ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 21 തുളകളുണ്ട്. അത് ഗ്യാരണ്ടിയാ. അല്ല, അതിന് 21 തുളയുണ്ടല്ലോ. എന്നെ പ്രത്യേകത എന്താ? സ്വർണം മേടിക്കാൻ നേരത്തെ 21 ക്യാരറ്റ് എന്ന് അവർ പരസ്യം ചെയ്യാറുണ്ട്. പക്ഷെ അത് എന്താണെന്ന് നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു പാവപ്പെട്ടവൻ ഒരു അച്ചപ്പം ഉണ്ടാക്കിയപ്പോൾ അതിന് 21 തുളയുണ്ടോ എണ്ണ ഉണ്ടോ? അത് അച്ചപ്പം തിന്നാൽ മതി, തുള എണ്ണേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ISI മുദ്രയുള്ള സംഭവമാണ്. ISI മുദ്രയോ? അതെ അതെ. ഇതിൽ ISI മുദ്ര ഒന്നും ഇല്ലല്ലോ. എന്റെ കൊച്ചെ, ഇതിനകത്ത് ISI മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോവില്ലേ? പിന്നെ ആരെങ്കിലും മേടിക്കുവോ? ഇത് വറുത്തെടുക്കുന്നതാണോ എന്നെ മുക്കി? അല്ല, ഇതിങ്ങനെ അച്ചപ്പം പോലെ ഉണ്ടാക്കിയിട്ട് കോഴിക്ക് അടവയ്ക്കാൻ കൊടുക്കും. അങ്ങനെ കോഴി അടവച്ച് വിരിച്ചെടുക്കുന്നതാണ്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണ് അതൊക്കെ? ഇന്നൊക്കെ ബ്രാൻഡ് അംബാസഡർ ആക്കാൻ പോയി എന്നെ വേണം തന്നെ. ഇത് പാൻ ഇന്ത്യൻ അച്ചപ്പമാണ്. ഓ, പാൻ ഇന്ത്യൻ അച്ചപ്പം. അതെ അതെ. അതെന്താ? ഇത് ഏത് ഭാഷക്കാർ കടിച്ചാലും ഒരൊറ്റ ശബ്ദമേ വരുള്ളൂ, കറമുറ കറമുറ കറമുറ. എന്തായാലും കൃഷ്ണപ്രഭ ഇരുന്നോളൂ, സീറ്റിലേക്ക് ഇരിക്കാം. ചേട്ടന്റെ സീറ്റിന്റെ കാര്യം ആയിരിക്കുന്ന ആള് തീരുമാനിക്കും. എനിക്ക് സീറ്റില്ലേ? അങ്ങോട്ട് ഇരിക്കാം തൽക്കാലത്തേക്ക്. അവിടെ അവിടെ അവിടെ. ഓക്കെ, ഞാൻ എല്ലാ പരിപാടിയും കാണും കേട്ടോ. ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കലിപ്പനെയും കാന്താരിയും സ്വാഗതം ചെയ്യുന്നു. കലിപ്പൻ പ്രവീൺ ആൻഡ് കാന്താരി ഋതു. പ്രവീൺ, ഒരിക്കൽ കൂടി സ്വാഗതം ആൻഡ് ഹാർട്ടി വെൽക്കം അഗൈൻ. പ്രവീൺ നമുക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? സീസൺ 2 സീസൺ 2 വന്നിട്ടുള്ള ആളാണ് അല്ലേ? പിന്നെ ഋതു നമുക്കറിയാം, കഴിഞ്ഞ വട്ടം വന്നിട്ട് മറ്റേ അല്ലേ പ്രൈവറ്റ് ബസ് കോമഡി ഒക്കെ പറഞ്ഞ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്ത ആളാണ്. അപ്പോൾ ഇന്നൊരു വേറിട്ടൊരു മത്സരത്തിന് തയ്യാറായി വന്നിരിക്കുകയാണ്. എന്താ, ഹൗ ഡു യു ഫീൽ? അടിച്ച് ജയിക്കണം. സീസൺ 2 ഒരു 1-on-1 കോമ്പറ്റീഷൻ ആയിരുന്നല്ലോ അല്ലേ? അതെ, കോമ്പറ്റീഷൻ ഏറെക്കുറെ ഇതും അതുപോലെ തന്നെയാണ്. ആണല്ലേ? അതെ, വിളിക്കണം. ശരി, അപ്പോ ഇവരിൽ ആരാണ് ആദ്യം മത്സരിക്കുക? അതൊരു ചോദ്യം തന്നെയാണ്. അപ്പൊ അതിന് നമ്മൾ ഉത്തരം കണ്ടെത്തുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാരഡി സോങ് നമ്മുടെ കേശവ മാമൻ പാടുന്നു. അതിനെ ആസ്പദമാക്കിയിട്ടൊരു 3 ചോദ്യം ഞാനങ്ങ് ചോദിക്കും. ഉത്തരം പറയാൻ റെഡിയാണോ? റെഡിയാണ്. Okay, let's welcome our very own കേശവൻ മാമൻ. Once upon a timeന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് on YouTube.